എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ആദ്യമായിട്ട് ഹെയർ കളർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ പന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. എന്താവും റിസൾട്ട് എന്ന് അറിയില്ല. ഒരു ബർഗണ്ടി ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. നമ്മൾ അത്ര വലിയ ഹെയർ എക്സ്പേർട്സ് ഒന്നും അല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഫുൾ ഹെയർ കളർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് മറ്റേ മറ്റേ എന്താ പറയുക, മറ്റേ പേപ്പറില്ലേ, അലുമിനിയം ഫോയിലിന്, അപ്പം ആ സാധനം ഇല്ല. അപ്പം അതിന് പകരം ഓൾട്ടർനേറ്റീവായിട്ട് ഞാൻ ഇവിടെ എന്ത് കിട്ടും എന്നാണ് ആലോചിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഈ അറ്റത്ത് ഒരു ഈറ്റയുണ്ട്. ഞാൻ പണ്ട് എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ. നിറയെ ഇത് ഫുള്ള് ഈറ്റയാണ്. ഞാൻ ആ പണ്ടത്തെ എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കുഞ്ഞായിരുന്നു. ഇപ്പോൾ പടർന്ന് ഭയങ്കര വലുതായി. അപ്പോൾ ഇതിൻ്റെ ഇല കുറച്ച് വലുതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 5-6 പൊട്ടിക്കാം. ഇതിൽ ഒരു 4-5 ഉണ്ട്. അപ്പോൾ പൊട്ടിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഈറ്റ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഫോൾഡായിട്ട് നിൽക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. എന്താവുമെന്ന് അറിയില്ല. നമ്മളപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. നിഷയുടെ ക്രീം ഹെയർ കളറാണ് വാങ്ങിയിട്ടുള്ളത്. 3.16 ബർഗണ്ടി ആണ് ഷെയ്ഡ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ഒരു മാനുവൽ ഉണ്ട്. അതേപോലെ തന്നെ ഇതുപോലെ ഒരു കവർ കിട്ടുന്നുണ്ട്. ദെൻ 3 കണ്ടീഷണർ ഉണ്ട് നമുക്ക്. 3 കണ്ടീഷണർ ഒരെണ്ണയുടെ ഉള്ളിൽ. ഓക്കെ, 3 കണ്ടീഷണർ ഉണ്ട്. ദെൻ നമ്മുടെ ഫസ്റ്റ് സംഭവം ഇതാണ് ക്രീം ഹെയർ കളറൻസ്. ദെൻ പിന്നെ ഒരു ബ്രഷ്, പിന്നെ ഇതാണ് ഡെവലപ്പർ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത്. പിന്നെ ഇതിൽ എന്താ ഈ ഒരു സംഭവത്തിന് എവിടെ അതിൻ്റെ മാനുവൽ, ഈ മാനുവൽ ഫുള്ള് ഞാൻ വായിച്ച് നോക്കിയായിരുന്നു. ഇതിനുള്ളിൽ ഫുള്ള് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഹെയർ. ഇതിൽ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ കളറാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഫുൾ എടുക്കുന്നില്ല, പകുതി എടുക്കുന്നുള്ളൂ. കാരണം ഞാൻ അവിടെ എവിടെയായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൻ്റെ പകുതി എടുക്കാൻ വെച്ചാൽ ടച്ചപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പകുതി എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പകുതി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്ലാസ് ബൗൾ എടുത്തിട്ട് ഞാൻ ആദ്യം മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് പാല് വെളിച്ച് നല്ല ധൈര്യം തന്നിട്ടുണ്ട്. ധൈര്യപ്പെട്ട് നീ ചെയ്തോ, സെറ്റായിരിക്കും, നമുക്ക് എന്തായാലും വേറെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കളറിൻ്റെ കാര്യത്തിലാണ് ഒരു ഇതുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതാക്കണത്. അപ്പോൾ ഞാൻ നേരത്തെ ഇതാക്കിയ ഈ സംഭവം ഉണ്ടല്ലോ, പൊട്ടിച്ചുകൊണ്ട് വന്ന ഈ സംഭവം, ആ സംഭവത്തിൻ്റെ ആ കുനിപ്പില്ലേ, അത് ഞാൻ വെട്ടിക്കളയാണ്. വേറെ ഒന്നല്ല, അതങ്ങനെ കുത്തിക്കൊണ്ട് ഇനി തുറന്നു വന്നാലോ എന്ന് വെച്ചിട്ട്. എനിക്ക് എന്താ പറയുക, എനിക്ക് ആകെപ്പാടെ ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു. പിന്നെന്താണെന്ന് വെച്ചാൽ ഇനി മുടി മുഴുവൻ വെട്ടിക്കളയാനുള്ളതാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ധൈര്യപ്പെട്ടിട്ട് ചെയ്യണത്. മുടി കിടക്കണതിനനുസരിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കുറച്ച് റബ്ബർ ബാൻഡ്സ്, ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അലുമിനിയം ഫോയിൽ എടുത്ത് കൊണ്ടുവന്നേനായിരുന്നു. കണ്ട, കുറച്ച് റബ്ബർ ബാൻഡും എൻ്റെ കയ്യിലുണ്ട്. ദെൻ കിട്ടുന്ന കുറച്ച് ക്ലിപ്പ്, അതുപോലെ തന്നെ ഈ ടിക് ടാഗ്, അതൊക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ചീപ്പും ഉണ്ട് കയ്യിൽ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു പകുതി എടുത്തിട്ട് ഞാൻ ഇന്നലെ ഇത് പാച്ച് ടെസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ആയത്. ബ്ലാക്ക് കളറൊക്കെ വരുന്നുണ്ടല്ലോ ഈശ്വര. നിങ്ങൾ എൻ്റെ വെപ്രാളം മനസ്സിലാക്കുന്നില്ലേ? ഇനി ഇതിനകത്തേക്ക് നമ്മൾ പകുതി ഡെവലപ്പർ ഒഴിക്കാൻ പോവാണ് കേട്ടോ. പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയാണ് ഒഴിക്കാൻ പോണത്. ഇനി നമ്മൾ മിക്സ് പണ്ണ പോറേ നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, നല്ല പണ്ടത്തെ സിന്തോണിൻ്റെ മണം. സിന്തോണാണോ റെക്സോണയുടെ മണം. അപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെയൊക്കെ ആവുന്ന രീതിയിൽ ഞാൻ ഇവിടെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഇതിൽ നമുക്ക് ഇവിടെ കിട്ടുമ്പോഴായാലും ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ ഇതാക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിക്ക് മുന്നേ ഞാൻ ഈ സാധനം ഇട്ടില്ല, എനിക്ക് കവർ ഇട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് തുമ്പത്തിടാന്ന് വിചാരിച്ചു. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരിക്കടോ. വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. പണി പാളിയത് കാണുമ്പോൾ എന്നിട്ടായാലോ അവന്നെ ഇവിടെ ഇരിക്കട്ടെ. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് എന്റെ മുടിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ സ്ട്രാങ്സ് ഒക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് ഒന്നും സെറ്റായില്ല. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മുടി ഫുൾ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ അവസാനം ഇപ്പൊ കണ്ടീഷണർ പോലെ ഇങ്ങനെ എല്ലായിടത്തും ഇട്ടു എന്റെ കഴുത്തിലൊക്കെ. അയ്യോ, അതിങ്ങനെ ആദ്യം വെക്കണായിരുന്നു. അപ്പൊ എന്റെ കഴുത്തിലൊക്കെ ചുവന്ന കളറായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. കയ്യിന്റെ തുമ്പത്ത് എന്തായാലും ആയിട്ടുണ്ട്. ഇവിടെയും ആയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നത്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയാനാണ് പറഞ്ഞേക്കണത്. അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് ഇനി മുടിയൊക്കെ ഉണങ്ങിയിട്ട് അപ്പം ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഞാൻ വെറുതെ വെള്ളം ഒഴിച്ച് കഴുകി. അതിന് ശേഷം നമ്മളുടെ ഈ ഒരു കണ്ടീഷണർ എടുത്തിട്ട് ഞാൻ 2 എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ എൻ്റെ കയ്യുമൊക്കെ നന്നായിട്ട് കളറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാത്രം ഇച്ചിരി നന്നായിട്ടായിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലായിടത്തും ഒരുവിധപ്പെട്ടിട്ട് ആയിട്ടുണ്ട്. പിന്നെ എന്താണ് ഇനി എന്താണെന്ന് അറിയില്ല. ഇപ്പം നനഞ്ഞിരിക്കണ കാരണം കൊണ്ടൊന്നും അറിയണില്ല. ഇനി ഉണങ്ങുമ്പോൾ അറിയാം എന്താവും എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ ബനിയത്തിലും ഇത് ഇങ്ങനെ പൊട്ട ബനിയനായ കാരണം കൊണ്ടാണ് ബനിയത്തിലും റബ്ബർ ബാൻഡിലും അതിലും ഇതിലും എല്ലാത്തിലും ആ ഒരു മെറൂൺ കളറായിട്ടുണ്ട്. മെറൂൺ അല്ല, അങ്ങനെ നല്ല കടുപ്പത്തിലുള്ള ആ കളറായിട്ടുണ്ട്. ഈശ്വരാ, പ്രതികരിക്കാൻ പറ്റില്ലേ? എന്നിട്ടായാലും നോക്കാല്ലേ. എനിക്ക് സമാധാനമില്ല. എൻ്റെ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഞാൻ ഉണക്കിയതിന് ശേഷം നട്ടപ്പറ വെയിലത്ത് നിന്നിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഒരു പൊട്ട് കളർ പോലും കാണുന്നുണ്ടായിരുന്നില്ല. ഇത്രയും വെയിലത്ത് നിൽക്കുമ്പോൾ ചെറിയതായിട്ടൊരു ഷെയ്ഡ് കാണുന്നുണ്ട്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വളരെ വിജയകരമായി നമ്മൾ പൊട്ടിയിരിക്കുന്നു. സത്യം ഒടുക്കത്തെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. ഇത്രയും പണി പാളെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണ ഇതിൽ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം സെർച്ച് വെറുതെ ജസ്റ്റ് നോക്കിയുള്ളൂ. ബ്ലീച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഞാനത് അത്ര ബോദർ ചെയ്തില്ല. അതാണ് എന്തായത്. സാരില്ല, ഇനിയിപ്പോൾ എന്തായാലും മനസ്സിലായല്ലോ. അപ്പോൾ സ്ട്രക്സിൻ്റെയോ ഗാർണിയറിലോ വെച്ചിട്ട് ഞാൻ ഇനി അടുത്ത് തന്നെ നമ്മൾ വീട്ടിൽ ഇതേപോലെ തന്നെ ഞാൻ എന്തായാലും ഹെയർ കളർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെയും എന്താ പറയുക, നേരത്തെ ഫസ്റ്റ് ചെയ്തപ്പോഴത്തേനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. സംഗതി വെളിവായില്ലെങ്കിലും അത് നമ്മുടെ തലയിൽ വെളിവായെങ്കിൽ നല്ല രസമായി എന്നെ കാണാനായിട്ട്. എന്തോ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പം ഈ കളർ എനിക്ക് കുറച്ചും കൂടെ മാച്ച് ആവുമെന്ന് വിചാരിക്കുന്നു. ഡാർക്ക് സ്കിന്നിന് കുറച്ചും കൂടെ മാച്ച് ആയിട്ടുള്ള കളർ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി. പിന്നെ എന്തെങ്കിലും മണ്ടത്തരം ഇനിയും പറ്റാതിരിക്കട്ടെ. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീച്ചുള്ളത് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതായിരിക്കും ബൈ.